പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. സംഭ്രമമാ
Yom Kadishe. ചാർത്തുനീതിയതിൻ്റെ ആചാര്യന്മാരും മഹിമേദയവാന്മാരും ഹാലേ ലോയ്യോ ഹാലേ ലോയ്യ നിന്നഭിഷക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം എല്ലാവർക്കും അവിടെ ഇരിക്കാം. അച്ഛനെ കണ്ട് നമുക്ക് തിരിച്ച് ആ സീറ്റുകളിലേക്ക് തന്നെ വന്നിരിക്കാനുള്ള അവസരമാണ്. സോ നമുക്ക് കാണാനുള്ളവരെല്ലാവരും ഒന്ന് ലൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് 1 by 1 ആയിട്ട് വന്ന് കണ്ടിട്ട് വഴി പോയി.
Oh
Hallelujah.
കാര്യം
എത്രയ ജനക്കൂട്ടത്തിൽ വലിയ വിലാപത്തിനു പകരം ഈ മകൻ വിശ്രമിക്കുവാൻ
ഇവൻ സൂക്ഷിച്ച വിശുദ്ധ ഉദാശകളിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയത്വവും ദിവ്യാനുഭവവും നിമിത്തം ഈ പുരോഹിതൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗീയ കഠിനോൽപുത്രന്മാരുടെ സഭയിൽ പ്രകാശ സന്താനങ്ങളോടെ കൂട്ടത്തിൽ കാണപ്പെടുവാൻ അവിടുന്ന് ഭാഗ്യം കൊടുക്കണമേ. ദീർഘദർശിമാരോടും സ്ത്രീകന്മാരോടും കൂടി മകൻ സന്തോഷിച്ച് സത്യവിശ്വാസികളായ ഭൂതാനുഷ്ഠാനങ്ങളുടെ കൂട്ടത്തിൽ ഈ പുരോഹിതൻ അഭിരാമൻ നിനക്ക് സൂക്ഷനുഷ്ഠിക്കാമോറാകണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല സൃഷ്ടികളുടെ സൃഷ്ടാവുമായ സൃഷ്ടാവും അവയെ നയിക്കുന്നവനും ജീവനുള്ളവരുടെയും മൃതരുടെയും നാഥനും മരണമുള്ളവരായ ഞങ്ങൾക്ക് മരണമില്ലായ്മയെ ക്ഷണിച്ചു വരുത്തി ഭാഗ്യകരമായ ജീവൻ നൽകുന്നവനും മഹത്വമുള്ള രാജു വിവിധ തരത്തിൽ വാഗ്ദാനം ചെയ്യുന്നവനും ദൈവപ്രദമായ വാഗ്ദാനങ്ങളാൽ ഞങ്ങൾക്ക് നൽകിയവനുമായ നിത്യതയും ഞങ്ങളുടെ പ്രധാന പുരോഹിതനുമായ യേശുമിശിഹ അളവില്ലാത്തതും അവർണ്യവുമായ നിന്റെ കരുണാ നിമിത്തം മൺമേരായ മനുഷ്യർ നിന്റെ കൽപ്പനയുടെ ഇടുങ്ങിയ വഴികൾ കൂടി സഞ്ചരിക്കുവാൻ കഴിവുള്ളവരായി തീർന്നു. അവർ നമ്മുടെ കുരിശെടുത്തുകൊണ്ട് സദാ നിന്നെ അനുഗമിച്ച് തങ്ങൾ നിനക്ക് അർഹരാകുന്നെന്ന് സ്വയം കാണിച്ചിരിക്കുന്നുവല്ലോ. ആകയാൽ അതിർത്തിയില്ലാത്ത നിന്റെ കരുണയോട് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ബലഹീന പ്രാർത്ഥനയ്ക്ക് ചെവിട്ടയക്കണമേ. തിരുസന്നിധിയിലേക്ക് വിളിച്ചു മാറ്റിയിരിക്കുന്ന ഈ നിന്റെ പുരോഹിതന്റെ കരുണയ്ക്ക് അനുയോജ്യമായ നിലയിൽ അവിടുന്ന് സ്വീകരിച്ചുകൊള്ളണമേ. ഈ പുരോഹിതന്റെ ശരീരത്ത് അതിൻ്റെ സകല വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി കുരിശിച്ച് രാവും പകലും നിന്റെ ന്യായപ്രമാണങ്ങൾ ധ്യാനിക്കുകയോ സൗഭാഗ്യകരമായ ആ വിലാപത്തെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. സകല ഭൗമിക മോദങ്ങളെയും വെറുത്ത നിന്റെ വിശുദ്ധ കൽപ്പനകളെ ആചരിച്ച് തിരുനാമത്തെ സ്നേഹിച്ചുകൊണ്ട് തന്റെ കുരിശെടുത്ത് സ്വവർഗത്തെയും ദേശത്തെ ഉപേക്ഷിച്ച് നിന്റെ കൽപ്പനകളുടെ ഇടുങ്ങിയ വഴിയെ കൂടി സഞ്ചരിച്ച് ഇടുങ്ങിയ വാതിൽ കൂടി പ്രവേശിക്കുകയും തിരുവിട്ട് നിർവഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ബന്ധപ്പെടുകയും ചെയ്തു. കാരുണ്യവാനേ, ഇവയെല്ലാം ഓർത്തുകൊണ്ട് ഞങ്ങൾ നിന്ന് പിന്നിരിക്കുന്ന ഈ പുരോഹിതനെ ജീവനെ അവകാശിക്കുന്നവർക്കുള്ള ശുശ്രൂഷയ്ക്കായി നിന്റെ സമാധാനമാലാകമാരെ ഏൽപ്പിക്കണമേ. അളവില്ലാത്ത നിന്റെ കരുണ ഈ മകനെ നൽകിക്കൊണ്ട് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തെ ക്രമീകരിക്കപ്പെടുവാനും എന്നാൽ നിന്നെ പ്രീതിപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ വിശ്രമമടയുവാനും പ്രധാന പിതാക്കന്മാരുടെ മടിയിൽ ആനന്ദിക്കുവാനും കൽപ്പനയാകണമേ. നിനക്കും വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. പാർക്കുമോൾ വോഷോ വകുല സുബാൽമീ. പരിശീലനവും പൗരോഹിത്യത്തിൽ അതിയോഗ്യം ഏവം പൗലോസ്ലിഹാലേഖനമെഴുതി പ്രിയതീമോത്തേയോസിനും തീത്തോസിനും ദൈവത്തെ നടപടി
ജ്ഞാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ കൂദാശകൾ അനുഷ്ഠിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ പുരോഹിതന്റെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിശാചുക്കളുടെ പിടിയിൽ നിന്നും അന്തരീക്ഷവാസികളായ ശത്രുഗണങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് നിന്റെ പരിശുദ്ധന്മാരുടെ പട്ടണത്തിൽ ഇവനെ തിരുമാറാകണമേ. ഞങ്ങളോടുള്ള നിന്റെ കാരുണ്യത്താൽ ഇവൻ ജീവകരമായ ആലയങ്ങളിൽ വസിക്കുകയും ചെയ്യണമേ. മോഹൻ വാലോഹാൻ നിമിഷം കൊണ്ടു ദയം
ഞങ്ങളുടെ വംശത്തലവന്റെ സൃഷ്ടാവേ, നിന്റെ മരണത്താൽ ഞങ്ങളെ ജീവിപ്പിച്ചതിനാൽ നിനക്ക് സ്തുതി. ജ്ഞാനികളെ കണ്ടാൽ പരിയനായ ഗുരുനാഥൻ മൗനമായ വചനം കൂടാതെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദ്രവ്യം സമ്പാദിക്കരുത്. എന്നാൽ ഞാനത് മോഹിച്ച് സമ്പാദിച്ചെങ്കിലും അത് ഉപേക്ഷിച്ച് നിന്ദിനായി തീർന്നിരിക്കുന്നു. എന്റെ മൃതശരീരം തണുത്ത് അകപ്പതിച്ച് കിടക്കുന്നതിനാൽ അത് കാണുന്ന എല്ലാവർക്കും പരിഭ്രമമായി തീരും. എന്നെ കൊണ്ടുപോകുന്നവർ എന്നെ കവറിനടക്കുവാൻ തീവ്ര സന്നദ്ധരായി നിൽക്കുന്നു. പാതാളത്തിൽ നാശം ഭവിച്ച് മരിച്ചു കിടക്കുന്നവനെ, നിന്റെ നാശത്തെ കുറിച്ച് എന്നെ അറിയിക്കുക. കണ്ടാലും നിന്റെ കൗതുകമുള്ള സ്വരൂപം കവറിനുള്ളിൽ നശിച്ചില്ലാതെയായി കുടിമണ്ണായി തീർന്നിരിക്കുന്നു. സ്നേഹമേറിയ കണ്ണുകൾ സൂര്യകാന്തി പോലെ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഭംഗി അടഞ്ഞ് പ്രകാശം കാണാതെ ഇരുണ്ട് ശൂന്യമായിരിക്കുന്നു. Chitra
ജീവൻ വിസ്മരണമായ ആധുനികവും സൈനികവുമായ ഈ ക്രിസ്തുസഭയിൽ
സാക്ഷിയെയും പാലിക്കുമോ Your Grace, Very Reverend Corporal, Very Reverend priests and deacons and friends. I want to welcome you all to this farewell service for our dear Thomas Kutiacha. We all know that Achan had been sick for a while, but no one expected the end to come so soon. At the same time, this St. John's community is grateful and thankful to Almighty God for being able to complete this facility to offer a farewell service befitting a priest. I know Trimeni has to leave soon. There is going to be another part of the service later on. My understanding is that His Grace, Monsignor will be here for that. And in between, we will have a few people talking. And also, we expect to wind up today's service by 8 o'clock. And tomorrow morning, we will start the service sharp at 8:30. I want to first take this opportunity to thank Tirumeni for so many reasons.
from the time that Tirumeni heard that Achan was sick and sort of getting serious, almost on a daily basis, Tirumeni was inquiring about his situation and praying. A week ago Thursday night, when it became apparent that the recovery may not be possible, we talked about, Achan and myself, the family, talked about administering the last sacrament. And I was asking Achan if Tirumeni would be available for that. So I'm not sure about it. I'll check with Tirumeni. He's not here. But anyway, Tirumeni was in Pennsylvania at that time. Achan checked with Tirumeni. Tirumeni said, no matter what, I will show up tomorrow morning. That was Friday 1 week ago. So Friday morning, in Tirumeni's presence and the presence of three other priests, the last sacrament was administered for Achan. Achan was almost alert at that time, even though he was not able to speak very much. He knew very well what he was getting, what was going on, and he acknowledged the presence of Tirumeni. Tirumeni, we want to thank you for your prayers and your presence whenever was needed, and now, and also for tomorrow's service. There may be a whole list of speakers. So I have one humble request to everybody. Please limit whatever you want to say within 2 or 3 minutes. Calling a few priests, first, who had, before Thomas Kuti Achan became a priest, he was very active at altar services, both in India and here. There are 4 vicars that he had served with. First one was the late Reverend Dr. Simon Kovac-Christopher, who is no more with us. Then the Very Reverend Yohanan Shankarakal. Then the Very Reverend Chorian Milakal. And then the Very Reverend Paulo Salai. I'm going to call Very Reverend Yohanan Shankarakal first. It is very hard to say a farewell to a colleague priest. Last week, another friend of mine departed from this world, Father Paul Working. Today, one of my closest friends left from this world. When small Thomas Kuti was walking around in Kerala, Peraseri, Mala, Nada, I had the privilege to stay with them several times. His father was a very good friend of mine, and all the family members were very close to me. I cannot say more at this time. Thomas Kuti Achan was one of my youngest brother. At this time, on behalf of Long Island St. Thomas Church, where I serve as the Vaiga, and also on behalf of Shankarathal family, I express my condolence to
to the bereaved family and friends. May God Almighty shower specialist blessings to those who are bereaved. Let us sing. In the name of the Father, Son, and the Holy Spirit, one true God. Very reverend and reverend fathers, and reverend deacons, and beloved in Christ. If I go back to 1988, when I first came to this country, I was the vicar of this priest church. And almost 9 years, I was associated with him, and he was very godly man in one way, because he was looking after all the altar things and everything, and very helpful to me. And I was transferred to another church. And I know his parents, his brothers, sisters, and all family I know very well. They are in one way very devoted family and God-fearing family. So I can truly say that the kingdom of God is ready for this beloved batch. Myself and my parish I am serving, West Seville St. Mary's, we all can bring our condolence. May his spirit rest in peace, the hands of God. Thank you very much. We invite Very Reverend Father Puthukudi. വന്നിയ കോർപ്പിസ്കോപ്പാച്ചന്മാരെ, വലിയ സെക്രട്ടറി, ബഹുമാനപ്പെട്ട ഷമാശന്മാരെ, വാങ്ങിപ്പോയിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ഉണ്ണിയച്ഛൻ, ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, വാത്സല്യ സഹോദരങ്ങളെ, 132 സങ്കീർത്തനത്തിൽ 8ഉം 9ഉം വാചകങ്ങൾ ദാവീദ് ദീർഘദർശി പാടിയിട്ടുള്ളതാണ്. പിതാക്കന്മാർ നമ്മുടെ കുർബാനയിൽ പുരോഹിതന്മാരുടെ ഓർമ്മ സമയത്ത് പാടുന്നതിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ മിക്കവാറും എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാന സമയത്ത് ചെല്ലാറുള്ളതാണ്. ചാത്തും നേരിയ നിന്നാകാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലോയ ഹാലേ ലോയ നിന്ന വിശുദ്ധമുഖം ധരിപ്പിക്കല്ലേ നിന്ദാസിന്ദാവേ നിന്മൂലോ. ഇതാണ് 132 സങ്കീർത്തനത്തിലെ 7ഉം 8ഉം വാക്യങ്ങൾ. അവിടെ പറയുന്നത്, നിന്റെ ദാസനായ ദാവീദിനോട് മൂലം ദാവീദിനെ ഓർത്ത് നിന്റെ അഭിഷേകത്തിന്റെ മുഖം തിരിച്ചു കളയുന്നത്. ഇതിനുള്ളതായ ബാക്ക്ഗ്രൗണ്ട് 1 ശമൂവേൽ 26:11 വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്. ദാവീദും ശൗൽ രാജാവുമായി വളരെ വൈരുദ്ധ്യത്തിലായിരുന്നു. ദാവീദ് രാജാവ് ശൗലിനെ ഭയന്ന് ഇന്നത്തെ ഷാവുകളിന് അടുത്തുള്ളതായ മസല എന്നറിയപ്പെടുന്നതായ ആ കാലത്തെ ഗിബെയോൻ എന്ന് പറയുന്നതായ മലയുടെ മുകളിൽ പോയി ഒളിച്ചു പാർത്തിരുന്നു. ഗിബെയോനിൽ അഥവാ മസലായിൽ ദാവീദുണ്ടെന്ന് അറിഞ്ഞ് ദാവീദിനെ പിടിക്കുവാനായിട്ട് ശൗലും പടയാളികളും ചെന്നു. ദാവീദിന് അറിവ് കിട്ടി.
അർദ്ധരാത്രിയിൽ അബിഷായുമായിട്ട് ദാവീദിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ അബിഷായുമായിട്ട് താഴെ ഇറങ്ങി. ദാവീദ് കൂടെ ഉണ്ടായിരുന്നു. ശൗൽ സുന്ദരമായിട്ട് കിടന്നുറങ്ങുന്നു. അബിഷ കുന്തമെടുത്തു. ഇതാ ഒറ്റ കുത്തിനെ ഇവനെ ഞാൻ നിന്റെ ശത്രുവായ ശൗലിനെ കൊന്നുകളയാം. അപ്പോൾ ദാവീദ് പറയാണ്, അഭിഷേകത്തിന്റെ മേൽ കൈവെക്കരുത്, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ മേൽ കൈവെക്കരുത്. അപ്പോൾ പൗരോഹിത്യത്തെ ദൈവത്തിന്റെ അഭിഷേകത്തിനെ അത്രമാത്രം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് ദാവീദ്. ആയതുകൊണ്ടാണ് നാം പാടുന്നത്, ദാവീദ് മുഖാന്തരമായിട്ട് ദാവീദിനെ ഓർത്ത് പുരോഹിതന്മാരുടെ നേരെയുള്ള നിന്റെ കടാക്ഷത്തെ, നിന്റെ കൃപയെ മായിച്ചു കളയരുത് എന്ന് പ്രാർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട തോമസ് കുട്ടി അച്ഛനുമായിട്ട് വളരെ സഹൃദമായ ബന്ധം എനിക്കുണ്ട്. ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. എനിക്ക് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് നഷ്ടപ്പെട്ടിരിക്കുക. എന്നാൽ ഞാൻ സന്തോഷിക്കുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ ആ പുരോഹിതൻ ഒരുക്കിയിരിക്കുന്നതായ ആ സൗഭാഗ്യ മണവറയിൽ അച്ഛൻ സന്തോഷിക്കുക. അച്ഛൻ്റെ നിത്യമായ ഭവനത്തിലേക്ക് അച്ഛൻ സന്തോഷത്തോട് കടന്നു പോയി. അച്ഛനെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. എൻ്റെ ഹൃദയംഗമായിരിക്കുന്ന അനുശോചനം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. ഈ അവസരത്തിനായി തന്നവർക്കൊക്കെ നന്ദി പറയുന്നു. ദൈവം Thank you, sir. Reverend Dr. Raj Varghese is the vicar of the neighboring St. Mary's Orthodox Church in Suffolk. We have been friends for a long time. In the name of the Father, Son, and the Holy Spirit, one to God. Very respected Bishop George Naina, co-episcopals, respected clergy, beloved in Christ. This is not a good time to deliver a sermon. After a Sunday service, we all are here to say goodbye to our beloved Thomas Kutachan. I know Achan for a long time. At least I can say when I started working in Rockland County for the last 13, 14 years. He's been a very good friend. We always come together for the Joint Council of Churches in different areas of work. Achan was a very pleasant kind of a human being. He always had a smile on his face. He liked to sing. He liked to say jokes. And he's been a very good friend to me. And his demise is going to be heartbreaking. But as I heard about his sickness, I met him in the hospital a week ago, and his departure is going to be a great loss to this community, to this church, and to the Christians and all these Indian people all around Rockland County and New York. I know Varghese Daniel Achan is going through a lot, at this time, making the arrangements for the funeral and stuff like that. Achan, we assure you, you will be in our prayers. We will never forget you. Your good memories, the good things you have done for this church and this community will not be forgotten. You will be in our prayers. On behalf of the St. Mary's Orthodox Church Suffolk and myself and my family, our heartfelt condolence for this Achan and his family.
God bless everyone. Thank you. Right Reverend Dr. George Nainan, the Bishop of CSI Church, he is a part of this community, Rockland. No matter who passes away, whether he's a Catholic or an Orthodox or CSI or Matamite, a Hindu, he always makes it a point to take part in that departure service and become very much a part of this community. Let me invite Right Reverend Dr. George Nainan. Respected Athens, bereaved family, friends. We are here gathered together to celebrate the life of Father Thomas Uti Kadavatu, Thomas Uti Action, we affectionately used to call him, and remember him and commend him to the Lord's keeping. At this point, I must say that I came to live here in Rockland area, Valley Cottage area in 2004, almost 10 years now. And I want to take this opportunity also to thank especially the Orthodox adjuncts. All of them have been very good friends, supportive, welcoming. As it was mentioned, I go to different occasions. But coming here is a very special one for me because Thomas Uti Achen, we all know, was a friendly person. And I remember meeting him at the Gregorio Center when they used to worship. In those days, ecumenical movement here in Rockland was much stronger, I feel, than it is today. And I remember participating in the activities in that center. Later on, I remember visiting him at his own church, trying to encourage people to participate in the sale of a magazine, a meeting point which some of us had started as an ecumenical magazine here. I still remember he heartily welcomed me and stood aside very quietly and allowed me to present the magazine to the congregation. I felt a very pleasant personality standing by my side, not assuming leadership but allowing others to present what they want to present on that very occasion. So I had the privilege of meeting him off and on, enjoyed his company, talked to him, discussed about ecumenical matters, and today we stand here to say goodbye to him and also remember with gratitude to God his good life, good example, and all that he has done for the church and the wider ecumenical movement. We know I'm a very personal friend of Blessing, his nephew. I do not know the family otherwise well, but our condolences from the ecumenical movement, if I may dare to do so, and very especially from All Saints Episcopal Church. The deacon is here with us, Reverend Jacob Philip, on behalf of the congregation, CSI congregation within the Episcopal Church. We extend to the family and to the congregation our condolences and pray with all of you that his soul rest in peace through the mercy of God. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ
Is Mr. James Rambrelati here from Hudson Valley Association?